തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഗജരാജപ്പട്ടം നൽകി ആദരിച്ച ഏക കരിവീരൻ, തെക്കൻ കേരളത്തിലെ ഒരു കാലത്തെ ചക്രവർത്തി ആറന്മുള രഘുനാഥൻ. അവന്റെ കഥയാണ് ഇനി നിങ്ങളുടെ കാതോരം. തിരുവിതാംകൂർ മഹാരാജാവാണ് 1945 3 വയസ്സ് തികയാത്ത പ്രായത്തിൽ ഒരു ആനക്കുട്ടിയെ ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നടയിരുത്തുന്നത്. കോന്നിക്കൂട്ടിലുണ്ടായിരുന്ന ഇവനെ കണ്ട് മോഹിച്ചാണ് വാങ്ങിയത്. അദ്ദേഹത്തിന് തെറ്റിയില്ല. അവൻ വളർന്ന വലിയ ആനയായി, ഒപ്പം പ്രശസ്തിയും. അവൻ ദേവസ്വത്തിന്റെ മാത്രമായിരുന്നില്ല, നാട്ടുകാരുടെയും കൂടിയായിരുന്നു. രാവിലെയും വൈകിട്ടും വിസ്തരിച്ചു കുളി. അത് കഴിഞ്ഞെത്തുമ്പോഴേക്കും നാട്ടുവഴിയിൽ വീട്ടമ്മമാർ അവനുള്ള പഴങ്ങളും മറ്റുമായി കാത്തു നിൽക്കുന്നുണ്ടാകും. വായിൽ വെച്ച് കൊടുക്കാം അവർക്ക്. അത് കഴിഞ്ഞാൽ വരുന്ന വഴിയിലെ ചായക്കടക്കാരുടെ സൽക്കാരം വേറെയും. വിസ്താരമേറിയ പെരുമുഖമാണ് അവന്. ഏതോ ശില്പി വാരിയെറിഞ്ഞ പോലെ മനോഹരമായ പാണ്ടും, എടുത്തകന്ന അറ്റം വളഞ്ഞ ജോഡി കൊമ്പുകൾ. വട്ടം മുറിയാണ്. വലത്തെ കൊമ്പ് ലേശം ഉയർന്നതാണ്. അവൻ ആറന്മുള കണ്ണന്റെ ആന തന്നെ. തടിച്ച് നീണ്ട നിലത്ത് 2 അടിയെങ്കിലും കാണും തുമ്പി. നിലത്തിഴിയുന്ന തുമ്പി എന്ന ആന ഭാഷ. വലിയ ചെവികൾ, തേൻ നിറമുള്ള കണ്ണുകൾ, ഉയർന്ന വായുകുംഭം, ഉയർന്നു വിരിഞ്ഞ തലക്കുന്നി, നല്ല തലയെടുപ്പ്, 18 നഖങ്ങൾ, അതും വെളുത്തത് തന്നെ. ഉറച്ച തടിച്ച നടയമരങ്ങൾ, പാകത്തിന് വാലിറക്കം, വാലിൽ മയിൽപീലി പോലെ പീലി രോമങ്ങൾ, ശാന്ത സ്വഭാവം. 290 സെന്റിമീറ്റർ ഉയരം. കൊല്ലം മാടൻ നടയിൽ നടന്ന ഗജമേളയിൽ 40 ഗജകേസരികളാണ് അന്ന് നിരന്നത്. പക്ഷെ ഏറ്റവും നല്ല ആന എന്ന ബഹുമതി രഘുനാഥന് തന്നെ. അതിൽ തർക്കമില്ലായിരുന്നു. കേരള സംസ്ഥാന വനം വകുപ്പ് അവരുടെ തിരുവനന്തപുരത്തെ ഹെഡ്ക്വാർട്ടേഴ്സിന് മുന്നിൽ സ്ഥാപിക്കാൻ തെരഞ്ഞെടുത്തതും രഘുനാഥന്റെ പ്രതിമ തന്നെ. ഉത്സവ ചിട്ടകൾ രഘുനാഥന് മനപ്പാടമായിരുന്നു. ആറാട്ടുത്സവത്തിന് കൂട്ടാനകൾ നിരതെറ്റിയാൽ രഘു തുമ്പികൊണ്ട് മെല്ലെ തെറ്റി ഇവയെ നേരെ നിർത്തും. ഉദയനാപുരം, ഹരിപ്പാട്, ഓമല്ലൂർ തുടങ്ങിയ മഹാക്ഷേത്രങ്ങളിൽ നല്ല മതപ്പാടിലും എഴുന്നള്ളിച്ചിട്ടുണ്ട് രഘുവിനെ. 45 വർഷം ചട്ടക്കാരനായിരുന്നു ഗോപാലപിള്ള. ആദ്യ ചട്ടം ഇദ്ദേഹത്തിന്റെ അച്ഛൻ ആറന്മുള ഒറ്റപ്ലാവേത്ത് കൃഷ്ണൻ പിള്ളയാണ്. ഒരിക്കൽ തിരുവല്ലയ്ക്ക് സമീപം നെല്ലോട്ട് നിന്നും മടങ്ങുമ്പോൾ ചിലർ ഗോപാലപിള്ളയെ ആക്രമിക്കാൻ ശ്രമിച്ചു. എന്നാൽ രഘു പാനെത്തി അവരെ ഓടിച്ചു വിട്ടു. എന്നിട്ട് തന്റെ പാപ്പാനെയും തുമ്പിയിലെടുത്ത് നടന്നകന്നു. മുംബൈയിലെ ടാറ്റ ടീ കമ്പനി ഉടമയായ ഒരു പാഴ്സി എല്ലാ വർഷവും രഘുവിനെ കാണാനെത്തും. അവന് പഴക്കുലകൾ സമ്മാനിക്കും. ഒരിക്കൽ അവന്റെ കൊമ്പിൽ മനുഷ്യന്റെ ചോര പുരണ്ടിട്ടുണ്ട്. ആനപ്പണിയിൽ പ്രശസ്തമായ കുടുംബം. സ്ത്രീകൾ പോലും ആനയെ നിയന്ത്രിക്കാൻ അറിയാവുന്നവർ. ഇവിടെ നിന്നും വന്ന രാമചന്ദ്രൻ എന്നയാൾ രഘുവിന്റെ ചട്ടക്കാരനായി. ഒരിക്കൽ മതപ്പാട് കഴിഞ്ഞ് രഘുവിനെ അഴിച്ച് ആറ്റിൽ കൊണ്ടുപോയി കുളിപ്പിച്ച ശേഷം ക്ഷേത്രം കിണറ്റിന് സമീപം വെള്ളം കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ രഘുവിന് വേണ്ടാത്തത് തോന്നി. അവൻ തെറ്റി. രാമചന്ദ്രനെ തട്ടിയിട്ട് കുത്തി. ശവശരീരം കിണറ്റിൽ വീണു. തടയാൻ ചെന്ന രണ്ടാമനെ അവൻ തുരത്തി. കിണറിന്റെ ചുറ്റുമതിൽ ഇടിച്ച കിണറ്റിലിട്ടു. രഘുവിനെ ഒന്നും ഓർക്കാൻ പറ്റിയ നിമിഷങ്ങളായിരുന്നില്ല അത്. കാരണം വറ്റുനീര് കഴിഞ്ഞിരുന്നില്ല. ആ ഒരു രാത്രി മുഴുവൻ അവ ക്ഷേത്രത്തിനുള്ളിൽ ബന്ധനങ്ങളില്ലാതെ കഴിഞ്ഞു. അത് കഴിഞ്ഞ് അധികകാലം കഴിഞ്ഞില്ല. രോഗങ്ങൾ ഒന്നൊന്നായി അവനെ തേടിയെത്തി. ക്ഷീണിതനായി. വിദഗ്ധ ചികിത്സകൾ നടത്തി. ഫലമുണ്ടായില്ല. 2000 മെയ് 13 വൈശാഖ ഏകാദശി ദിവസം ഓർമ്മയായി. 64 വയസ്സായിരുന്നു പ്രായം. ചെരിയുമ്പോൾ 64 വയസ്സായിരുന്നു പ്രായം. രഘുവിന്റെ ജഡം ദേവസ്വം വക ആനപ്പറമ്പിൽ സംസ്കരിച്ചു. 1997 നവംബർ 16 തിരുവിതാംകൂർ ദേവസ്വം രഘുനന്ദന് ഗജരാജപ്പട്ടം നൽകി ആദരിച്ചിരുന്നു. ദേവസ്വം ആദ്യമായാണ് ഒരാനയ്ക്ക് ബഹുമതി നൽകുന്നത്. 48 വർഷം ആറന്മുള പാർത്ഥസാരഥിയുടെ തിടമ്പേറ്റി. അവസാനം ആ പാർത്ഥസാരഥിയുടെ പാദങ്ങളെ ലയിച്ചു. മോക്ഷപ്രാപ്തിയായി. ഇതോടുകൂടി ഇന്നത്തെ അധ്യായം ഇവിടെ അവസാനിക്കുകയാണ്. കൂടുതൽ കഥകളും വസ്തുതകളുമായി അടുത്ത അധ്യായത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം.